ജീവിത ആവശ്യങ്ങളുടെ പേര് ഇടത് ബ്രസ്റ്റിൻ്റെ വലത് ബ്രസ്റ്റിൻ്റെ ഇടതുവശത്ത് വേദനയും ക്യാൻസർ പോലുള്ള രോഗവുമാണ്. കറുത്ത പാടുകളാണ് കർത്താവ് കാണിക്കുന്നത്. ആ ഭാഗം ഇപ്പോഴും ഈശോ പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. ഈ പറഞ്ഞ സാക്ഷ്യം ഇവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങൾക്കറിയാം, അവർ നിങ്ങളോട് പറയും, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് പറയണം. അതായത് കറക്റ്റ് അടയാളം ഇതാണ്, വലത് ബ്രസ്റ്റിൻ്റെ ഇടതുവശത്ത്. അപ്പോൾ നെഞ്ചിൻ്റെ നടുക്ക് പോലെ ഇങ്ങനെ വരും. അവിടെ അത്രയും ഭാഗം, അതായത് 15 ഒരു മില്ലിമീറ്ററോളം, അതായത് 3 സെൻറ്റിമീറ്ററോളം ഭാഗം വട്ടത്തിൽ ഇങ്ങനെ കറുത്തിരിക്കുകയാണ്. ആ ഭാഗമാണ് ഇപ്പോൾ ഈശോ കൈ അടിച്ച് കർത്താവ് പ്രിയ സഹോദരങ്ങളെ, കൃപാസനത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ കൃപാസന ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ ലോകത്ത് വെച്ച് മാത്രമല്ല, നിത്യത വരെ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിത്യത വേറെ, ഐഹിക ജീവിതം വേറെ, അങ്ങനെയില്ല. ഇഹത്തിലെ ജീവിതം ഒന്ന്, നിത്യത വേറെ ഒന്ന്, അങ്ങനെയില്ല. തമ്മിൽ ഭയങ്കര കണക്റ്റഡാണ്. ഇഹലോക ജീവിതത്തിൽ എങ്ങനെയാണ് അതനുസരിച്ച് പഠനം പോലെ പരീക്ഷ എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങളിരിക്കുന്നത്. പഠനം എങ്ങനെ, അതുപോലെ പരീക്ഷ. ഈ ലോക ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം ആത്മാവിൻ്റെ പുണ്യങ്ങളെ നമുക്ക് ലഭിക്കുന്ന പ്രോജക്റ്റുകളിലൂടെ ബാക്കി ബാലൻസ് വെക്കുന്നു. ബാലൻസിങ്, വിശ്വാസത്തിൻ്റെ ശിഷ്ടങ്ങൾ, അവശേഷിപ്പുകൾ. ഒരു പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷം, ഒരു വലിയ വിഷയം കഴിഞ്ഞതിന് ശേഷം എന്തുമാത്രം വിശ്വാസം അവശേഷിച്ചു എന്നുള്ളതാണ് ദൈവം നോക്കണത്. നമ്മൾ നോക്കണത് ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ആ വിഷയം കഴിഞ്ഞുവെന്നാണ് നമ്മൾ നോക്കുന്നത്. ആ രണ്ട് നോട്ടവുമുണ്ട്. രണ്ട് നോട്ടവും, ആ മനുഷ്യൻ്റെ നോട്ടവും പ്രധാനപ്പെട്ടതാണ്, ദൈവത്തിൻ്റെ നോട്ടവും
പ്രധാനപ്പെട്ടതാണ്. മനുഷ്യൻ്റെ നോട്ടം ഭൗതികമായിട്ട് ഗുണം ചെയ്യും, ദൈവത്തിൻ്റെ നോട്ടം നിത്യതയെ ഗുണം ചെയ്യും. അതാണ് എൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഇപ്പോൾ എന്ത് അവശേഷിക്കുന്നു? ദൈവത്തിൽ ക്രിസ്തുവിനെ എപ്പോഴും രക്ഷകനായി സ്വീകരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അത് ഈ ലോകത്തിൽ വെച്ച് മാത്രമല്ല. ഇപ്പോൾ ഈ ലോകത്തെ സാക്ഷ്യങ്ങൾ തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഞാനത് വിശദീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാര്യം ഡയറക്റ്റ് ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന ലെവലിലാണ് എല്ലാ മിറക്കിൾസും വർക്കൗട്ട് ചെയ്യണത്. ദൈവം നേരിട്ട് ഇടപെട്ട കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു വിഷയം വരണത്, ഇത് ഒത്തിരിയേറെ ഗുണവും ചെയ്യും. ഇഹലോക ജീവിതത്തിൽ അവർക്ക് 100 ആ സാക്ഷ്യം പറഞ്ഞ ആൾക്കാർക്കെല്ലാം 100 പോയിൻ്റാണ്. കാര്യം അവരുടെ വിശ്വാസം നന്നായി പ്രത്യേകിച്ച് ഇന്ന് സാക്ഷ്യം പറഞ്ഞവരൊക്കെ ഒരു ഈവൻ്റ് നറേറ്റ് ചെയ്യുകയല്ല ചെയ്തത്, അതിൻ്റെ പ്രോസസ്സ് കൂടി അവർ പറയുന്നുണ്ട്. ഒരു ഈവൻ്റ്, ഒരു സംഭവം അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണല്ല സാധാരണ സാക്ഷ്യം സംഭവിക്കുന്നത്. പക്ഷേ ഇന്ന് സാക്ഷ്യം പറഞ്ഞ പല ആൾക്കാരും അവരെങ്ങനെയാണ് ആ വിശ്വാസമായി, പ്രത്യാശയായി, ദൈവസ്നേഹമായി അവരുടെ അഗ്നി പരീക്ഷകളിലൂടെ അവർ കടന്നു പോയപ്പോൾ കടുംപിടുത്തം പിടിച്ചെന്ന് പറഞ്ഞവർ, അവരോടുള്ള ദൈവം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പെരുമാറിയിരിക്കുന്നത്. അത് ചെറിയ ബഡ്ജറ്റുള്ള ജീവിതക്കാരോടും വലിയ ബഡ്ജറ്റുള്ള ജീവിതക്കാരോടും വിശ്വാസത്തോടാണ് ദൈവം മറുപടി പറഞ്ഞത്. ഇപ്പം എനിക്ക് ആ മകൻ പോയില്ലേ, വികാരിച്ചൻ പറഞ്ഞതെന്താ? അവൻ പറഞ്ഞു, ഇനി ഞാൻ ആ സ്ഥലത്തേക്ക് കാല് കുത്തണില്ല എന്ന് പറഞ്ഞില്ലേ മകൻ. അപ്പം ആ നാട്ടിലൊക്കെ വികാരിച്ചന്മാരുടെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അന്ത്യവാക്കാണ്, പിന്നെ അതിൻ്റെ മാറ്റം ഉണ്ടാകത്തില്ല വാക്കാണ്. അപ്പം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ എന്നിട്ട് എന്താ, അങ്ങനെ അച്ഛനോട് മകൻ പറഞ്ഞ് കേറത്തില്ലെന്ന് പറഞ്ഞിട്ടും അമ്മ വിശ്വാസം പിന്നെയും നിലനിർത്തി. ആരോട്? പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ആ വിശ്വാസം നിലനിർത്തി. ആ വിശ്വാസം നിലനിർത്തിയതിന് അവരത് നീതീകരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് പോരാൻ പണമില്ലാതിരുന്നിട്ട് അവരുടെ കമ്മൽ വിട്ട് കാശ് വാങ്ങിച്ചിട്ട്, അവർക്കൊക്കെ മണവാളക്കുറിച്ചിൽ നിന്നൊക്കെ ഇവിടെ എത്തണമെങ്കിൽ 10,000-3,000 രൂപ എങ്ങനെയാലും വരും. അവിടെ നിന്ന് ഇവിടം വരെ എത്തണേ, കന്യാകുമാരി അടുത്തായി സ്ഥലം, അവിടെ നിന്നാണ് സാക്ഷ്യം പറഞ്ഞിരിക്കണവരെ. അപ്പം അവിടെ നിന്ന് ഇവിടം വരെ എത്തണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ 1 രൂപ ഇല്ലായിരുന്നു പറഞ്ഞില്ലേ. പിന്നെ എൻ്റെ കയ്യിൽ എന്ത്? എൻ്റെ കയ്യിലൊരു മുതലുണ്ടായിരുന്നെന്ന്. എന്ത് മുതലാ? കാതിലെ കമ്മലാ. അത് ഊരുമ്പോഴൊരു വിശ്വാസമുണ്ട് അതിൻ്റെ പിന്നിൽ. അത് പഴയ അമ്മച്ചിമാർ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും അത്രയും പ്രശ്നമില്ല. കാര്യം കമ്മലെന്ന് പറയണത് എല്ലാ ആഴ്ചയിലും മാറുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളാണ്. സ്വർണ്ണം വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാര്യം അവിടെ സാരിയും ബ്ലൗസും അതുപോലെ തന്നെ ചുരിദാർ അനുസരിച്ചുകൊണ്ട് ഫാഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊന്നും അവർക്ക് പ്രശ്നമൊന്നുമില്ല. പഴയ ആൾക്കാർക്ക് ഭയങ്കര സങ്കടമാണ്. അതാണ് എൻ്റെ ആത്മധൈര്യത്തിൻ്റെ വെലോസിറ്റി വർക്ക് ചെയ്യണമെങ്കിൽ പഴയ ആൾക്കാർക്ക് അത് കാത് ഊരിക്കഴിഞ്ഞാൽ അവർ തുണി ഉരിഞ്ഞ പോലെ തോന്നും. അവർക്ക് പുറത്തോട്ട് പോകത്തില്ല. ആൾക്കാർ ചോദിക്കും ഉടനെ, അത് കാതിലെന്തേ എന്ന് ചോദിക്കും. ചോദിച്ചു മടുക്കണ കാരണം അവർ പുറത്തോട്ടിറങ്ങത്തില്ല. പഴയ ആൾക്കാരുടെ ഒരു മനസ്സതാ ശരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഭിമാനം തന്നെയാണ് വിശ്വാസത്തിന് വേണ്ടി അവർ കൊടുത്തിരിക്കുന്നത്. അഭിമാനം കൊടുത്തിരിക്കുകയാണ്. അഭിമാനം കൊടുത്ത് സമ്പത്തും കൊടുത്ത് വിശ്വാസത്തിന് വേണ്ടി അവർ വ്യയം ചെയ്യാൻ തയ്യാറായി. വിശ്വാസത്തിന് വേണ്ടി വ്യയം ചെയ്യണം. വിശ്വാസത്തിന് വേണ്ടി നമ്മൾ മുതൽ മുടക്കണം. അത് ഈശോയ്ക്കും തോന്നണം സത്യസന്ധമായ കാര്യമാണ് ചെയ്യണമെന്ന്. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയൊരു സംഭവമുണ്ട്. മകൻ്റെ കാര്യമല്ല, കർത്താവിനറിയാം. അവ 7 ലക്ഷം രൂപ പോയതാ. ശരിക്കും പറഞ്ഞാൽ ആ 7 ലക്ഷം രൂപ അത് ഫേക്ക് വിസയിൽ പോയ സാധനമാണത്. അതിന് തിരിച്ചു പോകണമെന്നൊന്നും ഉറപ്പൊന്നുമില്ല. ആ കാശ് പോയതാ. ഈ പാവപ്പെട്ട സഹോദരി അത് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് അവർക്കതിൻ്റെ വിഷമം ഫീൽ ചെയ്യാതിരുന്നത്. പക്ഷെ കർത്താവിന് അതിൻ്റെ വിഷമം ഫീൽ ചെയ്ത്. എനിക്ക് വേണ്ടി കമ്മലൂരിയോളോട് സത്യം ഞാൻ പറയണമല്ല, എനിക്ക് വേണ്ടി കമ്മലൂരിയോളോട് ഞാൻ സത്യം പറയണ്ടേ. അത് കാരണം അവനോട് പറഞ്ഞു, നീ അടിച്ചു മാറ്റിയ കാശ് കൊണ്ട് മര്യാദ കൊടുക്കണമെന്ന് പറഞ്ഞു. ചൂട്ട് പോലെ കൊണ്ടുവന്ന് 6 ലക്ഷം രൂപ കൊടുത്ത്. അത് ഉടമ്പടി ഇല്ലാത്ത കാര്യമാണ്. നമ്മൾ ദൈവത്തോട് സത്യസന്ധത വിശ്വാസത്തിൽ കാണിക്കുമ്പോൾ ദൈവം ആരാണെന്ന് നമ്മൾ തിരിച്ചറിയും. എൻ്റെ ദൈവവേദലെ ദൈവം ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ്
ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കണ്ടുപോകും. അവനാ മണ്ണ് ഞാൻ ചത്താലും കാല് കുത്തുകയെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് മാതാവ് ക്ലിപ്പിട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുത്ത്. ജാമ്യം എനിക്കിപ്പോൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്തറിയാമോ, കുറേ ജയിലിൽ നിന്നൊക്കെ ആൾക്കാർ ഇറക്കണുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് ഉദ്ദേശമെന്ന് ചോദിക്കും. അല്ല, കുറേ ഇപ്പം നമ്മൾ സാക്ഷ്യത്തിൽ കുറേ ജാമ്യക്കാരുണ്ട്, സാക്ഷ്യത്തിൽ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അവർ സാക്ഷ്യം പറഞ്ഞത് എന്താ പറഞ്ഞിരിക്കണത്? ആ സാക്ഷ്യം എന്താ? അതായത് 11 പേര് ഒരുമിച്ചാണ് പ്രതികൾ. ആ അവരുവക്കാരത്തെ അമ്മച്ചിയും എന്ത് വേദനിച്ചാണ് ആ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കൃപാസനം പത്രം കൊണ്ട് കൊടുത്ത ആൾക്കാർക്ക് പുണ്യം വേറെ കിട്ടും. കാര്യം ആ മനുഷ്യനെ ഇറക്കിയത് അവരല്ല, ആ പത്രം ആരാണ് കൊണ്ടുപോയി ആരുവരെ അമ്മച്ച് കൊടുത്തത് അവർക്കാണ് ഇതിൻ്റെ ഇരട്ടി പുണ്യം. എന്താ കാര്യം എന്നറിയാമോ? പത്രം കൊണ്ട് അവരുടെ സാക്ഷ്യം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ആ കേസിൽ എല്ലാവരും ശിക്ഷ മേടിച്ചു. നിരപരാധിയാണ് അല്ലേ എന്നൊക്കെ വേറെ വിഷയം. സത്യം പറഞ്ഞ അമ്മ ഈ വിഷയമൊന്നും നോക്കാറില്ല. വിശ്വാസം ഉണ്ടാ, മര്യാദയ്ക്ക് ജീവിക്കാൻ തയ്യാറാണെന്ന് നോക്കത്തുള്ളൂ. നിരപരാധി കോടതിയിൽ കേസിലേക്ക് പെടുന്ന എല്ലാവരും നിരപരാധികളൊന്നുമല്ല, അപരാധികൾ തന്നെയാണ്. അമ്മ എന്താ നോക്കണത്? നീ ഇനിയുള്ള ജീവിതത്തിൽ നന്നായി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടാ, നിനക്ക് വിശ്വാസമുണ്ടാ, എന്നാൽ ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ക്ഷമിക്കുമെന്നാ. 10 ലക്ഷം രൂപ 10 കൊല്ലത്തെ ശിക്ഷയും 1 ലക്ഷം രൂപയുമാണ് ഇപ്പോഴാ ഈ അമ്മച്ചിക്ക് കിട്ടേണ്ടതാണ്. അമ്മച്ചിയുടെ മകനും 10 കൊല്ലത്തെ ശിക്ഷയും 1 ലക്ഷം രൂപയും. ആ കേസിൽ അമ്മച്ചിയുടെ മകൻ്റെ കൂടെ വേറെ ഒരാൾ കൂടി ഊരിപ്പോന്നെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. അത് സാധാരണ കേസിൻ്റെ ലെവലിൽ പോകുന്നതാണെന്ന്. ഇല്ലല്ലോ, ഉടമ്പടി ചെയ്ത് അമ്മച്ചിയുടെ മകനല്ലേ ഊരിപ്പോന്നുള്ളൂ. ഉടമ്പടി ചെയ്ത് അമ്മച്ചിയുടെ മകൻ മാത്രമല്ല ആ 10 കൊല്ലത്തെ മറ്റ് 10 പേര് ശിക്ഷിക്കപ്പെടുമ്പോഴേ ഉടമ്പടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് സത്യസന്ധമാണെങ്കിൽ പിന്നെ അമ്മ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. ഏത് ജഡ്ജി ആയാലും അമ്മയെ നമ്മൾ വിളിക്കണമെന്ന് അഡ്വക്കേറ്റ് എന്നാണേ. മലയാളത്തിൽ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല, എഴുതി ലുത്തീനിയയിലുണ്ട് അഡ്വക്കേറ്റ് എന്നാണെന്ന്. അപ്പോൾ എനിക്കറിയാം ഈ ലുത്തീനിയ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നല്ലതാണ്. കാര്യം അമ്മ അനുഗ്രഹങ്ങളെല്ലാം ലുത്തീനിയ ബേസ് ആയിരിക്കും. ലുത്തീനിയയിൽ എന്ന് പറയുന്നത് 2000 വർഷങ്ങളായിട്ട് പരിശുദ്ധ അമ്മയെ വിശുദ്ധ കോടികൾ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് ലുത്തീനിയ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മദർ ഓഫ് ഗ്രേസ്, വാഗ്ദാനത്തിൻ്റെ പെട്ടകമേ, ഈ നമ്മുടെ വാഗ്ദാനത്തിൻ്റെ പെട്ടകമാണ് ഉടമ്പടി മാതാവ്. വാഗ്ദാനത്തിൻ്റെ പെട്ടകമേ എന്നുള്ള ലുത്തീനിയയിൽ എത്രയോ വർഷങ്ങളായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ച് പോരുന്നതാണ്. പക്ഷേ അതിൻ്റെ പിന്നൊരു പെട്ടകമുണ്ടെന്നോ അതിൻ്റെ പിന്നൊരു ഉടമ്പടി ഉണ്ടെന്നോ ഉടമ്പടി ചെയ്യുന്നവരോട് പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അമ്മയുണ്ടെന്നൊക്കെ അറിയണത് എങ്ങനെയാണ്? കൃപാസനത്തിൻ്റെ ഇന്നത്തെ ഈ അമ്മമാരെ പ്രത്യക്ഷപ്പെടൽ സഭ പഠിച്ചില്ലെങ്കിൽ അമ്മ പഠിപ്പിക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആരെല്ലാം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ വിശ്വാസം കൊണ്ട് ഏറ്റു പറയുന്നു അവർക്കെല്ലാം വെളിപ്പുറത്ത് അനുഗ്രഹവും അടയാളം കിട്ടുന്നത് ഇതിൻ്റെ അടയാളങ്ങളാണ്. കൈ അടിച്ചു കടത്താണ്. അനുഗ്രഹത്തിൻ അധിപതിയേ അനന്തകൃപ പെരുന്നതിയേ, അനുഗ്രഹത്തിൽ അധിപതിയേ അനന്തകൃപ പെരുന്നതിയേ, അനുദിനത്തിൽ പദഗതിയേ അടിയനുതിൽ കൃപമതിയേ, അനുദിനത്തിൽ പദഗതിയേ അടിയനുതിൽ കൃപമതിയേ. ഹല്ലേലൂയ 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 ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നമ്മുടെ ഇതില്ലേ എന്തോന്നാ ഈ ചൂടുക്കുരു എന്നും പറഞ്ഞ് അതിനെന്താണ് ഈ മുള്ളുമുരിക്കിൻ്റെ കായില്ലേ, മുള്ളുമുരിക്കിൻ്റെ പൂവ് കഴിഞ്ഞിട്ടൊരു കാ വരും. ഇപ്പോൾ നിങ്ങൾ കണ്ട അതിൻ്റെ കളറ് കിഡ്നിയുടെ കളറാണ്. അപ്പം ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇതുപോലെ പർപ്പിൾ കളറിലെ മുഴച്ച് വരികയോ
നിറഭേദ ഉണ്ടാകുക ചെയ്യുന്ന വ്യക്തികളെ കർത്താവ് 17 പേരോളം കാണിക്കുന്നുണ്ട്. കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിപ്പം നിങ്ങളുടെ മുതുക് അതായത് ഈ മുതുക് ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇടത് മുതുകിൻ്റെ ഭാഗത്ത് അച്ഛൻ പറഞ്ഞിരിക്കുന്ന പോലെ ഇതുപോലെ കളർ വ്യത്യാസം കണ്ട ആളെ പെർട്ടിക്കുലറായിട്ട് ഇപ്പോഴത്തെ ടൈമിൽ സുഖപ്പെടുത്തിയിരിക്കുന്ന വിഷയമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന. അത് തന്നെ കണ്ടീഷനായിട്ട് വലത് മുതുക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കാര്യം ഇങ്ങനെ പറയുന്ന കാര്യം അടയാളപ്പെടുത്തി പറഞ്ഞ എല്ലാ സാക്ഷ്യങ്ങളും നിങ്ങൾ ഇവിടെ ആൾക്കാർ പറഞ്ഞ പോലെ സാക്ഷ്യപ്പെടുത്താനുള്ളതാണ്. അടയാള സഹിതം പറയുന്ന എല്ലാ സാക്ഷ്യങ്ങളും സാക്ഷ്യപ്പെടുത്താനുള്ളതാണ്. നിങ്ങൾക്കത് ബോധ്യം ഉണ്ടാകാനും നിങ്ങൾ തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉദ്ദേശിച്ച് പറയുന്നതാണ്. അത് അച്ഛൻ പറയുന്നതല്ല, ഈശോ നേരിട്ട് ചെയ്യുന്ന നിങ്ങൾ സാക്ഷികളാക്കുകയാണ്. പക്ഷെ സാക്ഷികളാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സാക്ഷ്യം പറയണവരും എല്ലാം ഒരു വെള്ളി ആണെന്ന് വിചാരിച്ചോ. പക്ഷേ സാക്ഷ്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ സ്വർണ്ണമാണ്. 2 തരം ആൾക്കാരുണ്ട്. ശരി, സാക്ഷ്യം പറയുന്നവരുണ്ട്, അവർ സ്വർണ്ണമാണെന്ന് തന്നെ വിചാരിക്കുമോ. സാക്ഷ്യം പറയുന്ന ആൾക്കാർ, ഇന്ന് സാക്ഷ്യം പറഞ്ഞ ആൾക്കാരില്ലേ, അവരെല്ലാം സ്വർണ്ണമാണ്. അപ്പോൾ അത് എത്ര ക്യാരറ്റ് വരും? 18 തൊട്ട് 22 വരെ ക്യാരറ്റ് വരും സ്വർണ്ണം. ഇനി സാക്ഷ്യത ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ തങ്കമാണ്. എന്താ കാര്യം? അത് 24 ക്യാരറ്റ് വരും. അല്പം പോലും ചെമ്പ് ചേരത്തില്ല. അപ്പം സാക്ഷ്യം പറയുന്നവർ സ്വർണം 22 ക്യാരറ്റ്, സാക്ഷ്യത്തിൽ ജീവിക്കുന്നവർ തങ്കം 24 ക്യാരറ്റ്. എന്താണ്? ചെമ്പ് അതിൻ്റെ അകത്തില്ല. മറ്റുള്ള ചെമ്പുണ്ടോ ഇല്ല എന്നല്ല പ്രശ്നം. സാക്ഷ്യത്തിൽ ജീവിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഉരുക്കപ്പെട്ട ആൾക്കാരാണ്. സാക്ഷ്യത്തിൽ ജീവിക്കുന്ന ആരാണ്? സാക്ഷ്യം പറയുന്നവരുണ്ട്. 2 തരം ആൾക്കാരുണ്ടല്ലേ, വിശ്വാസികൾ 2 തരമാണ്. സാക്ഷ്യം പറയുന്നവരുണ്ട്, പിന്നെ എന്താണ്? സാക്ഷ്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. സാക്ഷ്യം പറയുന്നവർ തങ്കം 22 ക്യാരറ്റ്. സാക്ഷ്യത്തിൽ ജീവിക്കുന്നവരുണ്ട്, അതാരാണ്? അത് അത് തങ്കമാണ്. അത് തങ്കമാണ്. അത് 24 ക്യാരറ്റ്. എന്താ ഇത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാക്ഷ്യത്തിൽ ജീവിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും സാക്ഷ്യത്തിൽ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കേണ്ടതാണ്. പക്ഷെ സാക്ഷ്യത്തിൽ ഇപ്പം ഇന്നലെ ഞാനൊരു സഹോദരിയെ കണ്ടേ. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ കൗൺസിലിങ്ങിൻ്റെ ഒരു അവസ്ഥ. ഇപ്പോഴും ഓൾട്ടറിലാണ് കൗൺസിലിംഗ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ മഞ്ഞച്ചീട്ട് വാങ്ങിക്കേണ്ടതാണ്. മഞ്ഞച്ചീട്ടാണ് കറക്റ്റ് ഉടമ്പടി പ്രകാരമുള്ള 10 പ്രേക്ഷിത പ്രവർത്തനം. അപ്പോൾ മഞ്ഞച്ചീട്ട് മുകളിലുള്ള എല്ലാ ആൾക്കാർക്കും ആൾത്താറയിൽ കൗൺസിലിംഗ് നടക്കും. മഞ്ഞച്ചീട്ട് ഇപ്പോൾ കളറൊക്കെ വ്യത്യാസം വെച്ചിങ്ങനെ കാര്യം കൗൺസിലിംഗ് എപ്പോഴും നടക്കുന്നത് ഉടമ്പടി അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ പണത്തിൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയുടെ കാര്യം തന്നെ എടുത്തേ. അവർക്ക് 1 ലക്ഷം രൂപ 10 കൊല്ലം ആളകത്ത് കിടന്നിട്ട് 1 ലക്ഷം രൂപ കൊടുക്കേണ്ടതാണല്ലേ. അപ്പോൾ അമ്മച്ചി ഒരു 10,000 രൂപയുടെ പത്രം എടുത്ത് വിതരണം ചെയ്യേണ്ടതാണ്. എന്താ കാര്യം? മാതാവ് കൊടുത്തതല്ലേ. അതിൽ 10 ലക്ഷം രൂപ 10 കൊല്ലത്തെ വിടുതലും പിന്നെ എന്താ കൊടുത്തിരിക്കണം? 1 ലക്ഷം രൂപയുടെ പിഴയും കൊടുത്തിരിക്കണം. അതെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കണതല്ലേ. അപ്പോൾ അവർ 10 അതിൻ്റെ ശതമാനമുണ്ട്, ദശാംശം ഇല്ലേ. അമ്മ കൊടുത്തതിൻ്റെ ദശാംശം ഇല്ലേ, അത് 10,000 രൂപ വരത്തില്ലേ. അപ്പോൾ 10,000 രൂപയുടെ പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ വേറൊരു സാക്ഷ്യം വന്നത് എന്താ പറഞ്ഞത്? അവർക്ക് 4 സെൻറ്റ് സ്ഥലവും 2 നിലയുള്ള വീടും. അപ്പോൾ എത്ര രൂപ വരും? 35,000 രൂപ, 35 ലക്ഷം രൂപ. എത്രയൊക്കെ മുടക്ക്? 15 ലക്ഷം രൂപ. 20 ലക്ഷം രൂപയല്ലേ മുടക്ക്. അവർക്ക് നിങ്ങൾ ചിന്തിച്ചില്ലേ അതിനെക്കുറിച്ച്? അതായത് 4 സെൻറ്റ് സ്ഥലവും 2 നിലയുള്ള വീടിൻ്റെയും ഇപ്പോൾ വാങ്ങിച്ചത് നിങ്ങൾ നോക്കിക്കോ. ഏറ്റവും കുറഞ്ഞ 35 ലക്ഷം രൂപയാണ് എൻ്റെ വില. ഏറ്റവും കുറഞ്ഞതാ. അവരെത്ര മുടക്കിയിരിക്കണത്? 20 ലക്ഷം രൂപ. ബാക്കി ലാഭം എത്ര? 15 ലക്ഷം. ആര് കൊടുത്ത്? അമ്മ കൊടുത്ത്. അപ്പോൾ എന്തുമാത്രം അവിടെ ദശാംശം വരുന്നുണ്ട്. സാക്ഷ്യം ചെയ്യുന്നവരെല്ലാവരും എപ്പോഴും അത് ഓർക്കേണ്ടത്, ദൈവികമായ കാര്യം നിങ്ങൾ പിശുക്കൾ കാണിക്കരുത്. ഞങ്ങളാരും 5 പൈസ കിടക്കുന്നത് വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ജോസഫത്തിന് ഒരു 20 കോടി രൂപ ഉണ്ടാക്കാൻ വരുന്നത്. കാര്യം 89 തുടങ്ങിയ ശുശ്രൂഷ. അമ്മക്കതറിയാം, അമ്മ മാത്രമാണ് അവകാശം. അതുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. കൈയടിച്ച് കിടന്നാൽ
അമ്മ എന്നെ പുതപ്പിക്കണേ നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ നിന്റെ സ്നേഹമേലകിയ അമ്മ എന്നെ പുതപ്പിക്കണേ നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ നമ്മൾ രണ്ടു തരം മനുഷ്യരെയാണ് കണ്ടത്. എന്താണ്? സാക്ഷ്യം പറയുന്നവരെ, അവരാരാണ്? സ്വർണ്ണ. പിന്നെ സാക്ഷ്യം ജീവിക്കുന്നവരെ, അവരാരാണ്? തങ്കം. അവരെന്താണ് കാര്യം? അത് ഊതിക്കാച്ചിയതാണ്, ചെമ്പ് കലരാത്തതാണ്. ഞാൻ ഇങ്ങനെ ചെമ്പ് കലരാത്ത ഒരു സഹോദരിയെ അൾത്താറയിൽ കണ്ടുമുട്ടി. അൾത്താറയിലാണല്ലോ ഇപ്പോൾ കൗൺസിലിംഗ് നടക്കുന്നത്, അച്ഛൻ്റെ കൗൺസിലിംഗ് നടക്കുന്നത് രാവിലെ മുതലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒത്തിരിയേറെ പേര്, നിങ്ങൾക്കറിയാമോ, ആൾക്കാർ വരുന്നവരെല്ലാം അപ് ടു ഡേറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. ആ 3 മാസത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് 3 മാസത്തെ പ്രേക്ഷിത പ്രവർത്തനം കഴിഞ്ഞിട്ടാണ് അവർ ഉപവാസം കഴിഞ്ഞാൽ വന്നിരിക്കുന്നത്. അല്ലാതെ ലൊട്ടിലൊടുക്ക് പരിപാടികളൊന്നുമില്ല. അത് പണ്ടായിരുന്നു. ഇപ്പോഴെല്ലാം പെടാഫട്ട കൃത്യമായിട്ടുള്ള ആൾക്കാരാണ് കൗൺസിലിംഗ് വരണത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നറിയാമോ? എൻ്റെ അച്ഛാ, സത്യം പറഞ്ഞ അൾത്താറിൽ നിന്ന് ഈശോൻ്റെ നാമത്തിൽ ഉടമ്പടി ചെയ്ത് കല്യാണം കഴിച്ചുകൊണ്ടാണ് ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ ജീവിക്കുന്നത്. 10-20 കൊല്ലമായി ജീവിക്കണതേ. അപ്പം സക്രായുടെ വാതിക്കെന്ന് മേടിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് അതെനിക്ക്, അവർക്ക് നല്ല ബോധമുണ്ട്. സക്കാരുടെ വാതിക്കെന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കർത്താവിൻ്റെ അടുത്ത് ഉടമ്പടി ചെയ്ത്, വിവാഹ ഉടമ്പടിയാണല്ലോ, കർത്താവിൻ്റെ അടുത്ത് ഉടമ്പടി ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ് ഞാൻ ആ മനുഷ്യരുടെയൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ എല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഈ ഉൾസങ്കടം പറയണത്. ഞാൻ പറഞ്ഞു, എന്നാ കാര്യം, എന്താ പറ്റി എന്ന് പറഞ്ഞു. എൻ്റെ ചായ പേടിയാ മനുഷ്യന്. 20 കൊല്ലം ഞാൻ പേടിച്ച് ജീവിക്കുക. പേടിയാ മനുഷ്യന്. 20 കൊല്ലമായി, 2 കൊല്ലമായി, 20 കൊല്ലം ഞാൻ പേടിച്ച് ജീവിക്കുക. കാര്യം ഇന്നത്തെ പ്രശ്നം ചിലപ്പോൾ സോഫ പിള്ളേർ വരച്ച് നേരെ ഇട്ടപ്പോൾ പിളിച്ച് എടുക്കുമ്പോൾ തെറ്റിപ്പോയതായിരിക്കും. സ്വഭാവം തെറ്റിപ്പോയാൽ മതി, പിന്നെ സോഫയുടെ കാര്യം പറഞ്ഞ് വെളുക്കോളം തെറി പറയും. അപ്പം നമ്മൾ സോഫ നേരെ ഇടും, പിന്നെ ആ പ്രശ്നം തീർന്നില്ല. ഇനിയിപ്പോൾ നാളെ എന്തായിരിക്കും? നാളെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ കറി പുള്ളി പറഞ്ഞ കറി വെച്ചിട്ടില്ല, കിട്ടാഞ്ഞിട്ടാ. പിന്നെ അതിനെ പറഞ്ഞ് ചോറ് കഴിക്കാതെ പോവുകയും പിന്നെ കുത്തി വാക്ക് പറയുകയും തോന്നിവാസം പറയുകയും അപ്പോൾ ഓരോ വിഷയം മക്കൾ താമസിച്ച് വരുന്ന അത് എന്തായാലും ഇവിടെ കിടത്തേ വരും. മക്കൾ താമസിച്ചാലും അവരോട് സംസാരിക്കത്തില്ല. എന്താടാ നീ താമസിച്ചതെന്ന് അമ്മനോട് ചോദിക്കത്തില്ല, അതിന് ഭാര്യയോട് ചോദിക്കും. അതുകൊണ്ട് ഉറങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി ഇങ്ങനെ അപ്പം നമ്മളിപ്പോൾ ഇത്രയും നാൾ ഞാൻ കൂടെ ജീവിച്ചപ്പോൾ എനിക്കറിയാം ഈ മനുഷ്യൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഒരുവിധം എനിക്കറിയാം. പക്ഷേ 20 കൊല്ലം ജീവിച്ചിട്ട് ഇഷ്ടാനിഷ്ടം നോക്കിയിട്ട് എല്ലാം നോക്കിയിട്ട് വച്ചാൽ ഇനി എത്ര കാലം ജീവിക്കേണ്ടി വരുമെന്ന് ഓർക്കുമ്പോൾ ഈ കർത്താവിനെ ഓർത്ത് മാത്രം ജീവിക്കുക. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോയേനെ, എനിക്ക് അത്രയും മടുത്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പോയില്ലേ, ചാറ്റിംഗ് മെസ്സേജ് കഴിഞ്ഞതേ ഉള്ളൂ. ചാറ്റിംഗ് മെസ്സേജ് കഴിഞ്ഞപ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. പക്ഷെ അതല്ല, ഈ വിഷൻ മെസ്സേജിൻ്റെ അപ്പുറത്ത് വേർഡ് മെസ്സേജ് ഉണ്ട്, വേർഡ് മെസ്സേജ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോക്കോ വല്ലതും നിങ്ങളോട് പറയാനുണ്ടാകും. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നത്, ഞാൻ ചില ഡോക്ടർമാർക്കൊരു സുഖമുണ്ടല്ല, രോഗം ഇത്തിരി കൈവിട്ട് നിൽക്കുകയാണെങ്കിൽ അവരതിനുവേണ്ടി ചില പരീക്ഷ നടത്തും. എന്താ കാര്യം? അവർ പഠിച്ച കാര്യമല്ലാത്ത ചില കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ വിജ്ഞാനദാഹം കൊണ്ടും അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റായി. കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരോട് ഈശോ സംസാരിക്കുമെന്ന് എനിക്ക് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, നിൽക്കേ, ഈശോ സംസാരിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ വിശ്വാസപ്രമാണം ചെല്ലിക്കേ. ഞാൻ അവരെ കൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലിച്ചേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പർ പറ എന്ന് പറഞ്ഞു. സാധാരണ വിഷൻ മെസ്സേജ്, നമുക്ക് വിഷൻ മെസ്സേജ് ഷാർപ്പാകാൻ വേണ്ടി നമ്മളെപ്പോഴും പ്രിസൈസ് നമ്പർ ചോദിക്കും. അപ്പോൾ ഷാർപ്പായിരിക്കും അത്. അപ്പോൾ ഒരു 4. ഞാൻ പറഞ്ഞു, ഒരെണ്ണം കൂടി പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വീണ്ടും 4. അപ്പോൾ എൻ്റെ നെറ്റ് ചുളിഞ്ഞ്. അതാ കാര്യം, 4 പേശക നമ്പരാണ്, 4 പ്രലോഭനത്തിൻ്റെ നമ്പരാണ്. അത് ഒരുമാതിരിപ്പെട്ട 60% ആൾക്കാരും അതെടുത്താൽ ആ നമ്പർ പറഞ്ഞാൽ അവർ പിന്നീട് പറയാൻ പോകുന്ന സുവിശേഷം ഇന്നതായിരിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാം.
ഞാനത് കുറിച്ച് വെക്കും. എന്നിട്ട് ഞാൻ അവരെ കാണിക്കും. ഇത് നിങ്ങൾ പറയാൻ മുമ്പ് തന്നെ ഈശോ പറഞ്ഞ നമ്പരാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ വിഷയമെന്ന് ഞാൻ പറയും. അപ്പോൾ അതിൻ്റെ മറുപടിയും പറഞ്ഞു കൊടുക്കും. ഇവർക്ക് ഞാൻ കുറിച്ചില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ബൈബിളിൽ നിന്ന് ഏതെങ്കിലും ഒരു പുസ്തകം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത് വായിക്കുമ്പോൾ ഞാൻ പുറപ്പാടെന്ന് പറഞ്ഞു. ഞാൻ പുറപ്പാട് 4:4, പുറപ്പാട് 4:4. അപ്പോൾ ഞാൻ പുറപ്പാട് 4:4 എടുത്ത് വായിച്ചപ്പോൾ എന്താ അറിയാമോ? അതായത് വിശ്വാസത്തോടെ ദൈവം അവനോട് പറഞ്ഞു, നീ വിശ്വാസത്തോടെ അതിൻ്റെ വാലെ പിടിക്കുക. അവൻ വിശ്വാസത്തോടെ അതിൻ്റെ വാലെ പിടിച്ചു. ഉടനെ സർപ്പം വടിയായി മാറിയെന്ന്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കാര്യത്തിൽ ഈ വിഷയം ഏതാണെന്നറിയാവോ? അതായത് പണ്ട് പുറപ്പാട് യാത്രയിൽ മോസസ് എല്ലാത്തിനും വേണ്ടി മോസസ് ഇങ്ങനെ ഒരുങ്ങണ ഒരു കാലമുണ്ടായിരുന്നു. ഇനി മോസസിന് മുമ്പ് നിൽക്കുന്നത് ചെങ്കടലും ജോർദാനും ഒക്കെയാണ് നിൽക്കുന്നത്. 40 വർഷത്തെ മരുഭൂമി യാത്ര തുടങ്ങുന്ന മുമ്പ് അതിൻ്റെ വിടുതലിന് വേണ്ടിയും വീണ്ടെടുപ്പിന് വേണ്ടിയും മോസസ് ഫറവോൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മോസസിൻ്റെ അടയാളം കണ്ടപ്പോൾ ഫറവോൻ്റെ കൂടോത്രക്കാർ കൊണ്ടുവന്നിട്ട് അവരുടെ വടി കൊണ്ടുവന്നിട്ട് ഉടനെ പാമ്പാക്കി മാറ്റി. അപ്പോൾ മോസസ് പേടിച്ച് പോയി. ഫറവോൻ്റെ കൂടോത്രക്കാരുടെ വടി കണ്ടപ്പോൾ പാമ്പായി മാറി. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, കൂടോത്രക്കാരുടെ വടി കാണുമ്പോൾ പേടിച്ച് മോസസ് മാത്രമല്ല നമ്മളൊക്കെ പേടിച്ച് പോകാറുണ്ട് പല ആൾക്കാർ, ഇല്ലേ? ഫറവോൻ്റെ ശുദ്രക്കാർ കൊണ്ടുവന്ന് വടി കാണിച്ച്, ഫറവോൻ്റെ ശുദ്രക്കാർ കൊണ്ടുവന്ന് വടി കാണിച്ചിട്ട് താഴെ കിട്ടപ്പോൾ അതിങ്ങനെ ഉടനെ പാമ്പായിട്ട് നിന്ന് അപ്പോൾ ബൈബിൾ പറയണത് മോസസ് പേടിച്ച് പോയെന്നാണ്. അപ്പം ഞാനോടത്ത് കർത്താവേ, ഞാൻ എന്തുമാത്രം ചേടുത്തിമാരെ തോന്നിവാസം പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇവർ പേടിച്ച് പോവും. ഫറവോൻ്റെ കൂടോത്രക്കാരുടെയും ആഭിചാരക്കാരുടെയും വടികൾ പാമ്പാകണ കാണുമ്പോൾ ഇന്നും ആഭിചാരം പേടിക്കുന്ന ആൾക്കാരുണ്ട്, ഇന്നും കൂടോത്രം പേടിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മോസസും പേടിച്ചതാണ്, കൂടോത്രം കണ്ട് പേടിച്ച ആളാണ്. മോസസും പേടിച്ചതാണ്, ആഭിചാരം കണ്ട് പേടിച്ച ആളാണ്. പക്ഷെ ദൈവം അവനോട് പറഞ്ഞു, നീ വിശ്വാസത്തോടെ അതിൻ്റെ വാലെ പിടിക്കുക പാമ്പിൻ്റെ. മോസസ് വിശ്വാസത്തോടെ യഹോവയുടെ നാമത്തിൽ സർപ്പത്തിൻ്റെ വാലെ പിടിച്ചപ്പോൾ അത് വടിയായി മാറി. നിന്റെ പാമ്പുകളെല്ലാം ദൈവം വടിയാക്കി മാറ്റും. കൈ അടിച്ച് കർത്താൻ വിശ്വാസത്താലെന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെന്നും മുന്നേറും ഞാൻ. ഒന്നും അസാധ്യമയില്ലെന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഒന്നും അസാധ്യമയില്ലെന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സത്യം പറഞ്ഞ് എനിക്ക് ആ ചേച്ചിയുടെ മുമ്പിൽ കൈ കൂമ്പണമെന്ന് ഉണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് പറയാം, ഒരു വിശുദ്ധ സ്ത്രീയുടെ മുമ്പിലാണ് നിൽക്കണമെന്ന് എനിക്കറിയാം. കാര്യം 20 കൊല്ലത്തെ അഗ്നി പരീക്ഷകളെ അവർ അതിജീവിച്ചിട്ട് അവരെന്താ പറഞ്ഞത്? 20 കൊല്ലത്തെ അഗ്നി പരീക്ഷകളല്ലേ അവർ അതിജീവിച്ചത്. എന്നിട്ട് അവരെന്താ അഭിഷേകത്തിനോട് പറഞ്ഞത്? ഞാൻ ഈ ആളെ ഓർത്തിട്ടാണെന്ന്. 20 കൊല്ലത്തെ അഗ്നി പരീക്ഷ കഴിയുമ്പോഴും ഓർക്കാനൊരാളുണ്ട് അവർക്ക്, കർത്താവ് യേശു ക്രിസ്തു. കൈ അടിച്ച് കർത്താവ്. ഏത് അഗ്നി പരീക്ഷ കഴിഞ്ഞാലും അവസാനം ഓർക്കാൻ നമുക്കൊരാളുണ്ട് മക്കളെ, കർത്താവ് യേശു ക്രിസ്തു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് പത്രോസ് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മക്കളെ, അഗ്നി പരീക്ഷ കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവശേഷിക്കണമെന്ന്. മക്കളെ, അഗ്നിപരീക്ഷകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. നിത്യതയുള്ളിടത്തോളം കാലം അഗ്നിപരീക്ഷ ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ മക്കളെ, അഗ്നിപരീക്ഷ കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ അവശേഷിക്കണമെന്ന് അതാദ്യം കണ്ടുപിടിച്ചത് പത്രോസാണ്. അഗ്നിപരീക്ഷ കഴിഞ്ഞാൽ എന്ത് അവശേഷിക്കണമെന്ന് നമ്മളോട് പറയുന്ന ഒരേ ഒരു പുസ്തകമാണ് ബൈബിൾ. കൈ അടിച്ചു കർത്താൻ. അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ. അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം. അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം. അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം. അഗ്നിശോധന ചെയ്ത
തങ്കത്തേക്കാൾ തങ്കത്തേക്കാൾ വിലയുള്ളതാണ്. വിലയുള്ളതാണ്. Praise the Lord. Praise the Lord.